അവിടുന്നിൻ ഗാനം കേൾക്കാം, ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാം, ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. അവിടുന്നിൻ ഗാനം കേൾക്കാം. പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ, ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ. എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ, എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം പീലി വിടർത്താൻ. അവിടുന്നിൻ ഗാനം കേൾക്കാം. അനുരാഗഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ, അനുരാഗഗാനമായാൽ അവിവേകി പെണ്ണാകും ഞാൻ. കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ, കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ. അവിടുന്നിൻ ഗാനം കേൾക്കാം. വിരുന്നുകാർ പോകും മുമ്പേ വിരഹഗാനമിങ്ങനെ പാടും, വിരുന്നുകാർ പോകും മുമ്പേ വിരഹഗാനമിങ്ങനെ പാടും. കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ, കളിച്ചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ. അവിടുന്നിൻ ഗാനം കേൾക്കാം, ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം, വെളിയിൽ വരാനെന്തൊരു നാണം. ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേച്ചി. ശിവാനി ചേച്ചി. ബ്യൂട്ടിഫുൾ പെർഫോമൻസ് Thank you, ആയിരുന്നു. താങ്ക് യു ചേച്ചി. ചേച്ചി ശിവാനി ചേച്ചി സുന്ദരിയായിട്ടുണ്ട്. ആദ്യം അത് പറയട്ടെ, ഒരു പഴയ കാല നായിക. അതെ, ബ്യൂട്ടിഫുൾ. താങ്ക് യു. നല്ല നല്ല സാരി. ആഹാ, ഇത്തിരി ഭംഗിയാ. തിരിഞ്ഞേ മുടി നോക്കട്ടെ. വാവ്, അടിപൊളി. ആ റോസാപ്പൂ ഒക്കെ വെച്ച് ഒരു നടത്തം കൂടി ആവാമായിരുന്നു അതിന്റെ ഇടയില്.
എങ്ങനെയായിരിക്കും നടക്കുക? നമുക്ക് ശിവാനിയുടെ ഇവിടം വരെ ഒന്ന് നടത്താം. ആ ഒരു മ്യൂസിക്കിന് ഈ ഒരു ഔട്ട്ഫിറ്റ് ശിവാനി തന്നെ ഇങ്ങനെ ആലോചിച്ച് പാടുന്ന പോലെ ജസ്റ്റ് അവിടെ ഇങ്ങനെ നടന്നാൽ അതെ, മതി. അതെ. ഫാഷൻ ഷോ പോലെ മുമ്പോട്ട് നടന്നു അല്ല വരണ്ട. റാമ്പ് വാക്ക് അല്ല, ഈ പാട്ടിന് നീതി പുറത്ത് അതെ, കാരണം ഈ പാട്ടിന് റാമ്പ് വാക്ക് ചേരില്ല. ശരിയല്ല, അതെ. അതെ. ബോറായിരിക്കും. ഒരാവശ്യമില്ലായിരുന്നു, എന്റെ പൊന്നു മോളെ, ഒരു കാര്യമില്ലായിരുന്നു. വെറുതെ ഒന്ന് വെറുതെ നടന്നാ മതിയായിരുന്നു. വെറുതെ നടക്കൂ ശിവാനി, വെറുതെ. നമ്മുടെ അവസ്ഥ എന്താ കിട്ടിയോ ഇല്ല, ഒരു ചോദിച്ച് മേടിച്ചു. മന്ദം ഡാൻസ് കളിക്കണ മാതിരി വേണ്ട, ജസ്റ്റ് ഒരു പാടി പാടി നടന്നോ? നാണിച്ചിട്ടുള്ള ഒരു നടത്തം. വേണമെങ്കിൽ പാടിക്കോ ജസ്റ്റ്. ഞാൻ നാണിച്ചതാ ഇത്. ഇതോ ഇതാണോ നാണിക്കുന്നത്? ഇങ്ങനെയാണോ നീ ഓ വെരി ഗുഡ് നാണം. ഓക്കെ, ഒന്നൂടെ. ഒരു ചെറിയ ചിരിയൊക്കെ വരട്ടെ. മതിയോ? പാട്ടിൽ നീ കൊടുക്കാതിരുന്ന ചിരി ഈ നടത്തത്തിൽ കൊടുക്കാമായിരുന്നു. എനിക്ക് കൊടുത്തില്ലേ അതും? അതും പോയോ? ശിവാനി, എന്തായാലും നല്ല രസമുണ്ടായിരുന്നു പെർഫോമൻസ്. ആ പാട്ട് പാടിയതും അവിടെ നിന്ന് വളരെ വളരെ എന്താണ് നാണത്തോടു കൂടി ഇങ്ങനെ നിന്ന് പാടിയതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ. MS ബാബുരാജ് സാറാണ് സംഗീതം. ആഹാ, ലിറിക്സ് എഴുതിയിരിക്കുന്നത് P ഭാസ്കരൻ മാഷാണ്. പാടിയിരിക്കുന്നത് ജാനകിയമ്മ. ആ. സിനിമ പരീക്ഷ. ഫാന്റാസ്റ്റിക്. നമ്മള് എപ്പോഴും ഈ ഗസൽ സംഗീതം നമ്മൾ കൂടുതലും മലയാളത്തിൽ അങ്ങനെ പാട്ടുകൾ വന്നിട്ടില്ല. പക്ഷെ അന്ധകാലത്ത് ഒരു ഗസൽ ശൈലിയിൽ ഇറക്കിയ ഒരു പാട്ടാണ് അവിടുന്നൻ ഗാനം. ഗസൽ എന്ന് പറയുമ്പം പൊതുവെ ട്യൂണിലേക്കാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഗസൽ പോയിട്രി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇത്രയും ഈ രണ്ട് വരിയിൽ ഇങ്ങനെ ഒരു കാര്യം വർണ്ണിച്ചു പോവാന്ന് പറയുമ്പോൾ അങ്ങനെ മലയാളത്തിൽ ഭാസ്കരൻ മാഷ് അതുപോലെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. സത്യത്തിൽ ഈ ഒരു പാട്ട് ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു മോളുടെ ഈ സെലക്ഷൻ ഒരു വലിയ കൈയടി. താങ്ക് യു ചേച്ചി. അതുപോലെ പാട്ടും നല്ല മനോഹരമായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നിയത് കുറച്ച് ശ്വാസത്തിന്റെ തടസ്സങ്ങൾ ഒന്നുകൂടെ നമുക്ക് ശരിയാക്കി എടുക്കണം. കാരണം ചില ലൈൻസ് പാടുമ്പോൾ ഫിനിഷിങ് വരുന്നില്ല. കാരണം ശ്വാസം തീർന്നു പോകുന്നപ്പോഴത്തേക്ക് ശ്വാസം തീരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫുൾ ലൈനിന്റെ ആ ഒരു എൻജോയ്മെന്റ് അങ്ങ് കിട്ടുന്നില്ല. സംഗതികളൊക്കെ മനോഹരമായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. പക്ഷെ അത് ഒന്ന് ഫിനിഷ് ആവണമെങ്കിൽ അവിടെ മോള് ഫിനിഷ് ചെയ്യുവോ എങ്ങനെയെങ്കിലും തീർത്തല്ലോ എന്നുള്ള ഒരു മട്ടില്ല. അപ്പം അത് ശ്വാസം കുറച്ചെടുത്ത് എങ്ങനെ അത് പുറത്ത് കൊണ്ടുവരണം എന്നുള്ളത് മോളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ചെറിയ ശ്രുതി പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ടും കൂടിയാണ് വരുന്നത്. അതർവൈസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ടീച്ചറെ സുഖമാണോ? സുഖം. സുഖമല്ല, സുഖം. സുഖം. നല്ല ഉഗ്രം പാട്ട്, അതിലൊരു ഡൗട്ടും ഇല്ല. അസാധ്യ പാട്ട്, നന്നായിട്ട് തന്നെ പാടി, നന്നായിട്ട് തന്നെ. എനിക്ക് ആകെ ടീച്ചറിനോട് പറയാനുള്ളത്, ഈ നാണം എന്ന് പറയുന്ന വാക്കിന് എവിടെങ്കിലുമൊക്കെ ചിരിച്ചാൽ പോരാ. ആ നാണം വരുമ്പോഴൊക്കെ നമുക്ക് ആ ചിരി സാർ അന്ന് പറഞ്ഞിരുന്നല്ലോ ചിരിക്കണം എന്ന്. ചിരി ഇത്തിരി കൂടിപ്പോയി. അല്ല, ചിരിയില്ലായിരുന്നു. അത് ആണെങ്കിലും ഒരു ചിരിയില്ല. എന്തിനു നാണം, എന്തിനു നാണം, എന്തിനു നാണിക്കുന്നെന്ന്. അല്ല, ആ നാണം വരുമ്പോൾ ഒന്ന് ചിരിച്ചാല് അത് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും കേൾക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആഡ്ലിപ്പം നമുക്കൊന്ന് പാടിയാലോ, ആ നാണം ഒരു ചിരിയോടെ. അത് ആദ്യം പോലെ വേണമെന്നില്ല, ചെവി ഓർത്തിട്ട് ആദ്യം സ്വരരാഗ അത് തൊട്ട് പാടിയാൽ മതി. ചെവിയോർത്തേട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കു ശ്വാസം വെളിയിൽ വരാനിന്തൊരു നാണം. ആഹാ, നൈസ്. വെളിയിൽ വരാനെന്തൊരു നാണം. ആ, ഈ നാണം വെളിയിൽ വരുന്നതിൽ എന്തിനാ ഇത്ര നാണം? ചുമ്മാ അങ്ങ് പാടണം. അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ ഇമോട്ട് ചെയ്യും. അതിനെ കുറച്ചും കൂടി എലിവേറ്റ് ചെയ്യും പാട്ടിനെ. ഓക്കെ സാർ. ചിലപ്പോ ഫുഡ് കഴിച്ചു കാണില്ല. FTT ഞങ്ങളിവിടെ വിളിക്കുന്നത് അങ്ങനെയാണ്, ഫുൾ ടൈം ഞങ്ങളുടെ പേര് മാറ്റി, OTT പോലെ. എല്ലാരും കഴിക്കുമ്പോ ഞാനും കഴിക്കും. സാറ് ഞാൻ കഴിക്കുമ്പോ എന്നെ നോക്കി നിൽക്കുന്നത്. അത് കൊതി കൊണ്ടാടാ. ഞാൻ എന്നിട്ട് ഇന്നലെ ഒന്നും കഴിച്ചിട്ടില്ല, സാറ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കാരണം ഒരു പെൺകുട്ടി പട്ടിണി കിടക്കും. ഓ നോ. സാറ് ചക്കരെ, ഞാൻ ഉള്ള കാര്യം നമ്മൾ കഴിക്കണടാ. ഈ സമയത്തൊക്കെ കഴിച്ചില്ല പിന്നെ എപ്പോ കഴിക്കാൻ? ഒരു സമയത്ത് വല്ല രോഗം വന്ന് പിടിപെട്ടാല് ഇതിൽ തുടരുത് മറ്റേത് തുടരുത് നമ്മള് ആകെ ഡെസ്പായി പോവും.
അവിടെ കഴിക്കുന്നത് നല്ലതാണ്. അതെ. സാറെന്നെ നോക്കരുത് ഞാൻ കഴിക്കുമ്പോ. സാറ് നോക്കുമ്പോ നീ സാറിനെ നോക്കി ഇങ്ങനെ കഴിക്കണം. ഇനി അതെ. ആ മൈക്ക് ഒന്ന് ശിവാനി. തിരിച്ചു വെച്ചിട്ട് അയ്യോ അതല്ല, കഴിക്കുമ്പോ നോക്കരുത്. അല്ല എപ്പോഴും കഴിക്കുകയായിരിക്കും. അല്ല സാർ. നിന്നെ ഫുൾ ടൈം നോക്കാതിരിക്കേണ്ടി വരും. അതിന് ഇതൊരു ശീലം നല്ലതാ. അപ്പോഴേ ശിവാനി, ഈ ചരണം കഴിഞ്ഞിട്ട് ഈ അവിടുന്ന് ഗാനം അതൊന്ന് പാടി നിർത്തുന്ന ഒന്ന് പാടാമോ? വേണ്ട സാർ, അങ്ങനെ തന്നെയാണോ? ഇനി നോക്കരുത് അതൊന്ന് കേട്ടോ. കേൾക്കാം. ഇനി നോക്കരുത് ഇനി ആ നോക്കരുത്. എന്തൊരു ചന്തം കാണാൻ. ഞാനൊരാണാണെങ്കിൽ ഞാൻ നോക്കത്തില്ല. അത് പാടി നിർത്തിയേ. പാടട്ടെ. പാടിക്കോ. അനുരാഗ ഗാനമായാൽ കഴിഞ്ഞിട്ടുള്ളത് ശിവാനി. ലാസ്റ്റ് വരുന്ന അവിടുന്ന് ഗാനം കേൾക്കാനെന്നുള്ളത് ക്ലാരിറ്റി വരട്ടെ. അതെ. അവിടുന്നിൻ ഗാനം കേൾക്കാം. ആ പ്രതിമധ്യമത്തിനൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാൻ ശിവാനി. ആ ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. പിന്നെ കളിച്ചിരിയുടെ പാട്ടായാലോ രണ്ടാമത്തെ ഒന്ന് പാടാമോ ശിവാനി? സാർ ഇങ്ങോട്ട് നോക്കരുത്. ഇല്ല സാർ നോക്കില്ല. നോക്കൂ സാർ. സാർ നോക്കില്ല. ഇനി ഞാൻ നോക്കില്ല. കാണിക്കോ? കളിച്ചിരിയുടെ പാട്ടായാലോ. നൈസ് ശിവാനി. പിന്നെ ആ അവസാനം പാടി നിർത്തിയത് അറുപോറായിരുന്നു ശിവാനി. അതൊന്ന് ശരിയാക്കാമോ? വെളിയിൽ വരാൻ എന്തൊരു അത് കൈവിട്ടുപോയി. ഒന്ന് പാടാമോ? വെളിയിൽ വരാൻ എന്തൊരു നാണം. നന്നായി വരണം. സാർ ഞാൻ കഴിക്കുമ്പോ നോക്കണ്ട. അതാ പറഞ്ഞു. നിന്നെ നോക്കത്തില്ല ഞാൻ. എനിക്ക് പിന്നെ നിന്നെ കണ്ടല്ലോ ഉറക്കം വരത്തില്ലേ. മിണ്ടായിരിക്കും. ഗുഡ് കഴിഞ്ഞോ ശരത് സാർ? എന്നെ കഴിഞ്ഞു. നോക്കില്ലേ? സർ, നന്നായിരുന്നു സാർ എന്നെ നോക്കൂല? ഇല്ല ഇവളെ പറഞ്ഞു വിടുന്നിട്ട് നിന്നെ നോക്കാൻ പാറു. സാർ സൈഡിലേക്ക് നോക്ക്. ശിവാനി അവിടെ ഇല്ല സാർ ഇപ്പോൾ. എന്നെ ഹായ് പാറു. ഒരു കണ്ണ് ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇനി സാർ നോക്കുമ്പോഴും കഴിക്കാൻ കഴിച്ചോടാ. കഴിക്കുന്നത് നല്ലതാ. എന്താ സാർ? I really എന്തെങ്കിലും appreciate. വേണം ചോദിച്ചാൽ ഞാൻ അങ്ങ് വരും. എനിക്ക് തരേണ്ടി വരും. ആ അത്രേ ഉള്ളൂ. എന്താണ്? ഇനി കഴിക്കുമ്പോ എന്റെ അടുത്ത് ഇന്നലെ ചോദിച്ചു ലഡു വേണോന്ന് ചോദിച്ചായിരുന്നു. ഇനി അങ്ങനെ ചോദിച്ചാൽ ഞാൻ വരും. എനിക്ക് അല്ല തരേണ്ടി വരും. അയ്യോ ഞാൻ ചുമ്മാ കഷ്ടത്തി വെക്കാനല്ല ചോദിച്ചാൽ ഞാൻ തരും. എനിക്ക് അത് ഇഷ്ടമാണ്. കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അല്ലേ ഇനി വേറൊരു കാര്യം കൂടെ, എനിക്ക് ഫുഡ് കഴിക്കുന്നവരെ കുറെ ഇഷ്ടമാണ്. ഓക്കെ താങ്ക് യു ഷാനിക്ക. ആ തിരിഞ്ഞിരുന്നുള്ള ജഡ്ജ്മെന്റ് ആണ്. റിയാലിറ്റി എനിക്ക് ഷോയുടെ റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ആദ്യമായിട്ട് ചരിഞ്ഞിരുന്നിട്ട് ഒരു ജഡ്ജ് കണ്ടസ്റ്റന്റിന്റെ മുഖത്ത് നോക്കാതെ മുഖം നോക്കാതെ നടപടി എടുത്തു എന്നുള്ളതാണ്. അയ്യോ ദൈവമേ. അയ്യോ സൂപ്പർ. അയ്യോ, കുറച്ചായി ഇങ്ങനെ ചിരിച്ചിട്ട്. ശിവാനി സാർ നന്നായിട്ട് പാടി മേഡം. താങ്ക് യു സാർ. ജഡ്ജ്മെന്റ് ഇഷ്ടായോ? വളരെ ഇഷ്ടമായി. ആണോ? ഞാൻ നോക്കുന്നോണ്ട് എന്തെങ്കിലും ഇല്ല കുഴപ്പം? കുഴപ്പമില്ല. എല്ലാരും നോക്കിക്കോളും. നല്ല ശബ്ദം. താങ്ക് യു സാർ. യു ഹാവ് എ ബ്യൂട്ടിഫുൾ വോയിസ് ശിവാനി. താങ്ക് യു സാർ. പിന്നെ എനിക്കും ഫീൽ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല നേരത്തെ നടത്തം നടന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, പാട്ടിലില്ലാതിരുന്ന ചിരി അവിടെ എവിടേക്കോ കണ്ടു എന്നുള്ളത്. ആ ചിരി മിസ്സിങ് ആയിരുന്നു. അതർവൈസ് സൂപ്പർബ് സോങ് സെലക്ഷൻ. കുറേ സ്ഥലത്തൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയിട്ടുണ്ട്. ചില സ്ഥലത്തൊന്ന് ചളുക്ക് വീണിട്ടുമുണ്ട്. അതർവൈസ് കുറേ ഡൈനാമിക്സ് ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു ശിവാനി. ശിവാനിക്ക് ചേരുന്നൊരു പാട്ടും എടുത്തിട്ടാണ് വന്നത്. താങ്ക് യു സാർ. കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ ചിരിക്കുമ്പോൾ കുറച്ചുകൂടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പം പാട്ട് കൂടുതൽ വർക്ക്ഔട്ട് ആവും നമ്മുടെ മുമ്പിൽ. അത്രേ ഉള്ളൂ. ബാക്കി അതർവൈസ് യു ഡിഡ് എ ഗുഡ് ജോബ്. താങ്ക് യു സാർ. താങ്ക് All the യു best. ഓക്കെ മാർക്സ് ചോദിക്കാം. മാർക്സ് തരുമോന്ന് അറിയില്ല. ഇനി മാർക്സ് ഇനിയിപ്പോ ചരിഞ്ഞിരുന്നിട്ട് തരും. അതെ മുഖം നോക്കാതെ നടപടി എടുക്കുന്ന ആളാണ് ശരത്തേട്ടൻ ശിവാനിയുടെ കേസിൽ. ശരത് സർ, എന്തോ ശിവാനിയുടെ മാർക്ക് വേണോ ശിവാനി മാർക്ക്? വേണം സാർ. 8.7. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 8.7. താങ്ക് യു സാർ. താങ്ക് യു. ചേച്ചി ആ സ്ഥിതിക്ക് മഞ്ചരിയും അത് തന്നെ. അല്ല, ഞാൻ ആ മാർക്ക് ഇടില്ല. ശിവാനിയുടെ ഭാവി ഇതാ ഗാനക്കുടത്തിലേക്ക് സുരക്ഷിതമായി ഇടുന്നു. താങ്ക് യു ചേച്ചി. ഓക്കെ സോ ടോട്ടൽ 17.4. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ നിലവിലെ മാർക്ക് അനുസരിച്ച് ടോപ്പ് മാർക്ക് ഈ എപ്പിസോഡിൽ നേടിയിരിക്കുന്നത്
അപ്പോ ടോപ്പ് മാർക്ക് നേടി നമ്മുടെ അർച്ചന ദ ഡെവന്റെ ഗിഫ്റ്റ് ഹാമ്പർ സ്വന്തമാക്കി. Congratulations.